രാവിലെ 6 മണിക്ക് ചായ, 8 മണിക്ക് ടിഫൻ, 12 മണിക്ക് ഉച്ചയ്ക്ക് ചോറ്, ഇറച്ചി മീൻ തെറ്റാന്നുള്ളൂ. ഉച്ചക്ക് വൈകുന്നേരത്ത് 4 മണി ചായ. സ്വന്തം ഭാര്യ വീട്ടിൽ നിന്ന് തരില്ല ഇത്ര കൃത്യമായിട്ട് ഭക്ഷണം. അത് ക്ലിയറാണ്, അല്ല ഒന്നുമില്ല. പിന്നെ ഞാൻ ഒരു സ്ഥലത്ത് കളമശ്ശേരി ഒരു അക്യുപഞ്ചർ അതിൻ്റെ ഞാൻ ചോദിച്ചു, ഗ്യാരണ്ടി ചോദിച്ചപ്പോൾ ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല പറഞ്ഞു. അവരുടെ പരസ്യം ഭയങ്കരം. ഒരേ ഇതിൻ്റെ പേരിൽ 7 ആൾക്കാരെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ നിങ്ങൾക്ക് ഗ്യാരണ്ടി ഉണ്ടോ? ഞാൻ വരാൻ തയ്യാറാണ്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. സുഹൃത്തുക്കളെ, ഈ പരസ്യം കണ്ടിട്ട് നിങ്ങൾ പോയി പൈസ ചിലവാക്കാൻ നിൽക്കണ്ട. ഗ്യാരണ്ടി തരായിട്ട് പോയിക്കോളി. അസുഖം എന്ന് പറയുന്നത് പരസ്യമായ കർത്താവ് ഭഗവാൻ ഇവരെന്നെ ഉണ്ടാക്കണം. പക്ഷെ ദൈവം അനുഗ്രഹിച്ച ആൾക്കാരെ ഈ ഡോക്ടർമാർ ഈ ക്ലിനിക്ക് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ഇതുമില്ല. അവിടെ പോയ തൃശ്ശൂർ ഭാഷ പറയുന്ന മാതിരി പിശാചിൻ്റെ സ്വഭാവം നമ്മൾ ഫോൺ വിളിച്ച് അപ്പോയിൻമെൻറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര മധുരമായിട്ടുള്ള സ്വഭാവം. വിവാഹം കഴിഞ്ഞ് ആദ്യ നാളുകളിലുള്ള തേനൊൽപ്പിക്കലും പിന്നീട് പിശാചിൻ്റെ സ്വഭാവം. നമ്മൾ ചോദിച്ചാൽ അവർക്ക് മറുപടി പറയാനില്ല. ഞാൻ തെങ്കാശി ചോദിച്ചു, എനിക്ക് വേദന കൂടുന്നല്ലോ, അതൊക്കെ ഉണ്ടാവും, ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമെന്ന് പറഞ്ഞു. അതിന് മുമ്പ് എന്നോട് പറഞ്ഞ് 40 ദിവസമാണ് ഇതിൻ്റെ കോഴ്സ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നതുകൊണ്ട് 20 ദിവസം കൊണ്ട് നിങ്ങൾ ക്ലിയർ ആകാൻ പറഞ്ഞു. അവിടെ കൊണ്ട് ആദ്യം 20,000 റുപ്യ കെട്ടാൻ പറഞ്ഞു. അഡ്വാൻസ് കെട്ടിയപ്പോൾ തന്നെ അവിടുത്തെ PR പറയാണ് ഗ്യാരണ്ടി ഒന്നുമില്ല, അസുഖം മാറിയാൽ മാറും. അപ്പം ഞാൻ ചോദിച്ചു, ക്യാഷ് അടക്കണതിന് മുമ്പ് നിങ്ങൾ പറയേണ്ടി ചോദിച്ചപ്പോൾ അതൊക്കെ രീതിയാണ് പറഞ്ഞു. ഇതാണിത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ദീർഘിപ്പിക്കില്ല. കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് വന്ന് പറയാം. ഇത് നിങ്ങൾ നല്ലപോലെ ആലോചിച്ചോളി. അച്ഛനോ അമ്മയോ പെങ്ങളോ അനിയനോ മകനോ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ആൾക്കാർ, ഇതിൽ അഭിനയിക്കുന്നവരുണ്ട്, പിശാചികളെ നല്ലപോലെ നിങ്ങൾ ആലോചിച്ചോളി. വീഡിയോ ചെയ്യുന്ന കുറിപ്പുകളെ ഇനി ഇതാകണ്ട. ഞാൻ ഇനി സുപ്രീം കോടതി പോയാൽ ശരി, ഞാൻ ഈ വീഡിയോ ഇട്ടതിന് ആൾക്കാരുണ്ടെങ്കിൽ തെറ്റായിട്ടുണ്ടോ എന്ന് കേസ് കൊടുക്കും. അത് ഞാൻ ഗ്യാരണ്ടിയാണ്. എൻ്റെ കിഡ്നി വിറ്റിട്ട് 5 ആഴ്ച ഞാൻ നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കും. ഇനി നിങ്ങൾ ഇതേ തെങ്കാഴ്ചത്തെ വീഡിയോ നിങ്ങൾ വന്നാൽ ഞാൻ നിങ്ങളത് അതിന് ഗ്രൂപ്പ് റെഡിയായി നിൽക്കുന്നുണ്ട്. ഹൈക്കോടതി വക്കീലിനെയും ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കേസ് കൊടുക്കാൻ തയ്യാറാണ്. എന്തിനാ പറഞ്ഞ് പറ്റിക്കണ്? നിങ്ങൾക്ക് വേറെ ഈ പൈസ ഇട്ടാൽ ലൈക്ക് കൊടുത്തിട്ട് പൈസ ഇട്ടാൽ വേറെ വീഡിയോ ഉണ്ടല്ലോ, അത് ചെയ്യും. നിങ്ങൾ ഈ സുഖമില്ലാത്തവരുടെ പേരിലും ഇതിൻ്റെ പേരിലും നിങ്ങൾ സാമൂഹ്യ നീതി സഹായം ചെയ്യണ്. നിങ്ങൾ